ഓണത്തിന് 2-3 ദിവസം അടുപ്പിച്ച് ലീവ് ഉള്ളപ്പോൾ എന്താണ് പരിപാടി എന്ന് ചോദിച്ചവരോട് ഞാൻ ആകെ ഒരു മറുപടിയെ പറഞ്ഞോളൂ. ഞാൻ പാലക്കാട് പോവുകയാണ് ഓണത്തിന്. അമ്മ വീട്ടിൽ പോകുന്നതിന് പകരം ഈ തവണ പോയത് അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലേക്കാണ്. സെയിം അമ്മ വീട്ടിൽ പോയ ഒരു വൈബായിരുന്നു എനിക്ക് അവിടെ ചെന്നപ്പോൾ കിട്ടിയത്. ഇത് ഞാൻ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ എടുത്ത ഒരു വിഷ്വൽസ് ആണ് കേട്ടോ. തിരുവോണം ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വലിയൊരു പൂക്കളം ഉണ്ടായിരുന്നു. നല്ല ഭംഗിയില്ലേ ഇതൊക്കെ കാണാൻ. പാസഞ്ചേഴ്സ് ഇതിൽ കൂടെ കടന്നു പോകാതിരിക്കാനും ഇത് നശിപ്പിക്കാതിരിക്കാനും വേണ്ടിയിട്ട് ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ചെയർ കൊണ്ട് ഒരു ബോർഡർ പോലെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ ടിക്കറ്റ് എടുത്തു. നമ്മൾ മാത്രമല്ല കേട്ടോ പോകുന്നത്, ആരൊക്കെ പോകുന്നതെന്ന് വഴിയെ ഞാൻ കാണിച്ചു തരാവേ. തിരുവോണം ആയതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ അത്യാവശ്യം തന്നെ തിരക്കുണ്ടായിരുന്നു. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് വരുന്നുണ്ടായിരുന്നേ. ഈ പൂക്കളം കാണാൻ നല്ല ഭംഗിയില്ലേ. ഇതിൻ്റെ കുറേ ഫോട്ടോസ് ഇങ്ങനെ എല്ലാവരും വന്ന് എടുത്തിട്ട് പോകുന്നത് കണ്ടേ. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ കോ പാസഞ്ചേഴ്സ്. അവരവരുടെ ഗ്രാൻഡ് മദറിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഗ്രാൻഡ് മദർ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയുടെ ചേച്ചി, അവരുടെ ഗ്രാൻഡ് മദർ. അങ്ങനെ ട്രെയിനെല്ലാം കിട്ടി നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. ശരിക്കും ഇത് തൃശ്ശൂർ ബോർഡറാണ്. അവിടെ നിന്നൊരു 5 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 10 കിലോമീറ്റേഴ്സ് പോയി കഴിഞ്ഞാൽ പാലക്കാടാണ്. അതുകൊണ്ടാണ് ഞാൻ പാലക്കാട് പോവുകയാണെന്ന് തന്നെ പറഞ്ഞത്. പെട്ടെന്ന് തന്നെ നമ്മൾ തൃശ്ശൂരെത്തി. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മളൊരു ഓട്ടോ എടുത്തു. ആർക്കൊക്കെ അറിയാം ഇവിടെ നിന്ന് ഒരു സർവീസ് ചാർജ് ഉണ്ട് ഓട്ടോയ്ക്കെന്നുള്ള കാര്യം. ഞാനിവിടെ വെച്ചെന്നിട്ടാണ് പറഞ്ഞത്. എന്നിട്ട് നമ്മൾ നേരെ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ്സിലാണ് നമ്മൾ പാലക്കാടേക്ക് പോയത്. അവിടെ എത്തിയതിന് ശേഷം നമ്മളൊരു ഈവനിങ് വാക്കിന് ശ്രീഗൗരിയുടെ കൂടെ പോവുകയാണ്. ഇതാണ് ശ്രീഗൗരി, എൻ്റെ ചേട്ടയുടെ മോളാണേ. എവിടെ തിരിഞ്ഞു നോക്കിയാലും ഇവിടെ പ്രകൃതി രമണീയത മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓർത്തു ഒന്ന് നടക്കാൻ പോയിട്ട് വരാമെന്ന്. ആൻഡ് പ്ലീസ് മീറ്റ് ഇവിടുത്തെ ഗിനിപ്പിക്ക്. ഇവിടെ കുറേ പെറ്റ്സ് ഉണ്ട് കേട്ടോ. ഇതാ അതിലൊരുത്തനാണ് ഇവൻ. തിരുവോണത്തിൻ്റെ അന്ന് തന്നെ ആയതുകൊണ്ട് പൂക്കളെല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇവനതാ ഇങ്ങനെ ഇറക്കി വിട്ടു. സോ പിള്ളേരുടെ കൂടെ ഭയങ്കര കളിയായിരുന്നു കേട്ടോ. സോ പിറ്റേ ദിവസം നിയർ ബൈ പ്ലേസസ് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങി. ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ നമുക്ക് ഒരു നേരമംഗലം പോയൊരു വൈബാണ് കിട്ടുക. ഫുൾ കാടും ഇതുപോലെ മരങ്ങളും വഴിയും ടേൺസും എല്ലാം ശരിക്കും ഒരു നേരമംഗലം പോയൊരു വൈബാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ടോട്ടലി ഒരു ഉൾട്ടയടിച്ചൊരു പ്ലേസസ് വരുന്നുണ്ട്. അത് ഞാൻ വഴിയെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നെക്സ്റ്റ് നമ്മൾ വീണ്ടും ഒരു പ്ലേസ് കാണാൻ വേണ്ടി പോവാണ്. ശരിക്കും അവിടെ ചെല്ലുമ്പോൾ ഒരു ചുരുളി വൈബാണ്. ഒരു കാടിൻ്റെ ഉള്ളിൽ ഒരു ഒറ്റപ്പെട്ട വീട്, പിന്നെ അവൻ്റെ അടുത്തൊരു വാട്ടർഫോൾ, ഒരു ചെറിയൊരു വാട്ടർഫോൾ, ഒരു ഹിഡൻ വാട്ടർഫോൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് ഇനി പോകുന്നത്. അപ്പോൾ നമുക്ക് പോകുമ്പോഴുള്ള കാഴ്ചകൾ കണ്ട് പോവാം.
ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ എക്കോസിസ്റ്റം എനിക്ക് അങ്ങോട്ട് മനസ്സിലാവണില്ല. കുറച്ച് സ്ഥലത്ത് കാട്, കുറച്ച് സ്ഥലത്ത് പാടം, കുറച്ച് സ്ഥലത്ത് നോർമൽ വഴി, എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആണ് ഈ ഒരു ഏരിയയിൽ നിന്ന് തോന്നുന്നു. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും വേറൊരു സ്ഥലത്തേക്ക് വന്നു എന്ന്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പോകുന്നത് കാട്ടിലേക്കാണ്. അങ്ങനെ നമ്മൾ വണ്ടി താഴെ പാർക്ക് ചെയ്തിട്ട് നടക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പോകുന്ന വഴിക്ക് പുളിമരം എല്ലാം കണ്ട് പുളിയെല്ലാം പൊട്ടിച്ചിട്ടാണ് പോകുന്നത്. ആക്ച്വലി നമ്മൾ വാട്ടർഫോള് കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ഇത് ഒരുമാതിരി ട്രക്കിങ്ങിന് പോണ പോലെയാണ്. കുറേ ആയി കാടും വീടും കടക്കുന്നു നടക്കുന്നു. കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എൻ്റെ സൗണ്ടിന് എന്ത് വെച്ചിന്. പനി മാറി ആക്ച്വലി എല്ലാം ഒന്ന് ബാക്ക് ടു നോർമലായിട്ട് വരണേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ വരുന്നതുകൊണ്ട് സൗണ്ട് പിന്നെ ശരിയാവുന്നില്ല. വോയിസ് ഓവറൊക്കെ കൊടുക്കുമ്പോൾ ഒരു കരകരപ്പ് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പനി ആയതുകൊണ്ടാണ്. ഇതിപ്പോൾ നമ്മൾ തൃശ്ശൂർ പാലക്കാട് ബോർഡറാണ്. ആക്ച്വലി ഇവിടെ നിന്നൊരു 10 കിലോമീറ്റർ മാറി കഴിഞ്ഞാൽ പാലക്കാടായി. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ്. ഈ വെള്ളച്ചാട്ടം എവിടെയാണ് ആക്ച്വൽ പ്ലേസ് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പ്ലേസ് നെയിം മറന്നുപോയി. ഞാൻ അവിടെ ചെന്നതിന് ശേഷം ബാക്കിയുള്ള വീഡിയോസ് കാണിച്ചു തരാം. നമ്മൾ ആദ്യം ഒരു വാട്ടർഫോൾസിൽ കാണാൻ വേണ്ടി പോയി. അത് ഭയങ്കര ചെറുതായിരുന്നു, ഭയങ്കര ചെറിയ വാട്ടർഫോൾ. അപ്പോൾ നമ്മൾ 2 ഉണ്ട് ഇവിടെ അടുത്ത്. അപ്പോൾ രണ്ടാമത്തെ പോകണമെങ്കിൽ കുറച്ചും കൂടെ നടക്കണം, കുറച്ചും കൂടെ വേർത്തായിരിക്കും ആ വാക്കെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അങ്ങനെയൊക്കെ കളിച്ചോണ്ട് നടന്ന കാല മറന്നു പോയി ഗൈസ്. പണ്ട് കൊച്ചില് വളരെ പണ്ട് ഇങ്ങനെ നടന്നിട്ടുണ്ട്. അല്ലാണ്ട് ഇങ്ങനെയൊക്കെ നടന്ന കാലവേ മറന്നു. ഇങ്ങനെ പുള്ളിയൊക്കെ കടിച്ച് വർത്താനൊക്കെ പറഞ്ഞ പാർക്കിനൊക്കെ കയറുകൊണ്ട് ഇങ്ങനെ നടക്കലൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു 3-3.5 കിലോമീറ്റർ നമ്മൾ നടന്നതിന് ശേഷം നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ചുരുളി വൈബുള്ളൊരു പ്ലേസ് എന്ന് പറഞ്ഞത്. കുറേ കാട്, അതിന് നടുക്കൊരു വീട്, പിന്നെ നമ്മളിങ്ങനെ വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. ചിരിപ്പൊക്കെ ഊരി ലാസ്റ്റ് കയ്യിൽ പിടിച്ചു. ഭയങ്കര കാടാണ്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും എവിടെ എത്തും എന്നൊരു ഇവിടുത്തെ കുറേ കാട്ടുപൂവൊക്കെ ഇതുണ്ടോ, കാട്ടിപ്പൂവൊക്കെ കണ്ടു. എൻ്റെ ദൈവമേ, ഫോണെ ഐഡിയ. ഇവിടം വരെ കുഴപ്പമില്ല, ബാക്കി കാണട്ടെ. ചില സമയത്ത് വലിയ കാര്യങ്ങൾ അല്ലെങ്കിൽ വലിയ സ്ഥലങ്ങളിൽ പോവുക അതായിരിക്കില്ല നമ്മൾക്ക് ഹാപ്പി ആക്കുന്ന ഓരോ കാര്യങ്ങൾ. ഇതുപോലെ പിള്ളേരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, അങ്ങനെ കൂടി ചെയ്യുമ്പോഴും ചില സമയം നമ്മളെ തന്നെ നമ്മൾ ഹാപ്പി ആക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു 2 അല്ലെങ്കിൽ 2.5 days was really worth. I was very happy with my family, and that's all with my vlog. Thank you for watching, and നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ please do like, share and subscribe. Thank you.